ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ അടുക്കള മാലിന്യം സംസ്കരിക്കാനുള്ള ജീബിനുമായിട്ടാണ്. ഈ ജീബിൻ എനിക്ക് പഞ്ചായത്തിൽ നിന്ന് 2023-24 വാർഷിക പദ്ധതി പ്രകാരം കിട്ടിയതാണ്. ഇത് കിട്ടിയിട്ട് ഒരു 4 മാസത്തോളമായി. ഇത് ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പം അന്ന് മുതൽ ഉപയോഗിക്കാൻ തുടങ്ങി. ഇതാണ് അതിൻ്റെ യഥാർത്ഥ രൂപം. ഇതിന് 3 ലെയറുകളായിട്ടാണ് കാണുന്നത്. 1, 2, 3 ലെയറുകളായിട്ട്. അപ്പോൾ ആദ്യത്തെ ലെയർ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ് അടച്ച് മാറ്റി വയ്ക്കുക. എന്നിട്ട് രണ്ടാമത്തേത് ഉപയോഗിച്ച് ഏകദേശം പകുതിയാകും. രണ്ടാമത്തേത് ഉപയോഗിച്ച് ഏകദേശം പകുതിയാകുമ്പോഴത്തേന് ഒരു 1.5-2 മാസം കൊണ്ട് ഈ ആദ്യത്തേത് നമുക്ക് നല്ല വളമായിട്ട് കിട്ടും. എന്നിട്ട് പിന്നെ 2-3 ഉപയോഗിച്ച് കഴിയുക. അപ്പോൾ 2-3 ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേന് മൂന്നാമത്തേത് നമുക്ക് വളം മാറ്റിയിട്ട് അത് കഴുകിയിട്ട് പിന്നെ അതുപോലെ തന്നെ ചെയ്യാം. ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. ഈ 3 ബിന്നിനും കൂടെ ആകെ ഒരു ടോപ്പ് മാത്രമാണുള്ളത്. നമുക്ക് ഓരോന്ന് ഉപയോഗിച്ച് കഴിയുമ്പോൾ മണ്ടയ്ക്ക് വെച്ചിട്ട് നമുക്ക് അല്ലെങ്കിൽ ഒന്ന് മാറ്റി വെച്ചത് എന്തെങ്കിലും ഒന്ന് അടച്ചു വെച്ച് ഇതാണ് നമുക്ക് അങ്ങനെ ഉപയോഗിക്കാം. ഇതാണ് എൻ്റെ ഏറ്റവും ടോപ്പ്. ഇത് ലാസ്റ്റ് ഈ ഭാഗത്ത് ഇത് ഫ്രീ ആയിട്ടിരിക്കുക. ഞാൻ എങ്ങനെയാണ് ഇന്നത്തെ വളം ഇടുന്നതെന്ന് ഈ മാലിന്യം ഇടുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാത് ആദ്യം അടപ്പെടുത്ത് മാറ്റുക. ഈ ഓരോ ബക്കറ്റിനും 2 ലെയറുകളാണുള്ളത്. ഇതൊരു ലെയർ, ഇതതിൻ്റെ രണ്ടാമത്തെ ലെയർ. ഇത് ഫ്രീ ആയിട്ടിരിക്കുന്നത് ഇതിനകത്തൊരു ഇങ്ങനൊരു അടിയിൽ വെക്കുന്ന ഒരു സാധനമുണ്ട്. ഇതിനകത്ത് ഇങ്ങനെ ഇരിക്കും. ഒരു വശം കുഴിയും ഒരു വശം നോർമൽ. ഈ കുഴിഞ്ഞ ഭാഗം മണ്ടയ്ക്ക് മേളിൽ വരത്തക്ക രീതിയിൽ ഇങ്ങനെ ഇതിനകത്തിട്ട് ഇടുക. അപ്പോൾ ഈ മാലിന്യം ദഹിക്കാനായിട്ട് നമുക്ക് അവിടെ നിന്നൊരു ഡീകോം തരും. അതായത് അത് ചകിരിച്ചോറാണിത്. കണ്ടോ ഈ ബിന്ന് കിട്ടുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്കിത് കിട്ടുന്നതാണ്. ഈ ഡീകോം എന്ന് പറയുന്നത് ചകിരിച്ചോറാണ്. ഇതിനകത്ത് മാലിന്യം ദഹിച്ചു പോകാനുള്ള അണുക്കളെ ചേർത്തിട്ടാണ് നമുക്ക് തരുന്നത്. അപ്പോൾ ഇത് തീർന്നു കഴിയുമ്പോൾ നമുക്കത് അവരുടെ കമ്പനി നമുക്ക് തന്നെ പിന്നെ ഈ സാധനം തരും. ഇതെങ്ങനെയാണ് ഇതിനകത്ത് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് വെക്കുന്നത് ഇങ്ങനെ. ഇതാണ് എൻ്റെ ഈ സാധനം എടുത്ത് വെക്കാനുള്ള പാകം. അപ്പം നമ്മൾ വേസ്റ്റ് ഇടുന്നതിന് മുന്നേ ഈ തന്നിരിക്കുന്ന ഡീകോം, അതായത് ഈ ചകിരിച്ചോറ് ഈ ബേസിനകത്ത് ഇങ്ങനെ നിറയ്ക്കണം. നിറയ്ക്കാന്ന് പറയുമ്പോൾ ഇത് ഒരു ചെറിയ ഒരു ഭാഗമാണ്. ഇത് നമ്മൾ ഈ വേസ്റ്റ് ഇട്ട് കഴിയുമ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഇങ്ങനെ വരത്തില്ല, ചെറിയ രീതിയിൽ. അപ്പം അതിങ്ങനെ വലിച്ചെടുക്കാൻ ഈർപ്പം അതിനകത്തുനിന്ന് കൂടുതൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ഇവിടെ അടിയിലിടുന്നത്. ഇതിങ്ങനെ ഈ ഒരു ഭാഗത്തിങ്ങനെ നിരത്തിയിടുക. നിരത്തിയിട്ടതിന് ശേഷം ഈ ബിന്ന് അതിൻ്റെ മുകളിൽ അതൊരു വെട്ടുണ്ട്, അതിനകത്തിങ്ങനെ ഇട്ടതിന് ശേഷം പിന്നെ ഇതിനകത്ത് ഒരു 2 തവി അല്ലെങ്കിൽ 2 നമ്മളിത് പാത്രം ഉപയോഗിക്കുന്ന ആ പാത്രത്തിൻ്റെ പാത്രം അനുസരിച്ച് ഇങ്ങനെ ഇടുക. ഇട്ടിട്ട് ഇതിനകത്ത് ഇങ്ങനെ നിരത്തി ഇട്ടിട്ട് നമ്മുടെ വീട്ടിലെ വേസ്റ്റ്, അതായത് അടുക്കള നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ് ബാക്കി വരുന്ന പച്ചക്കറി വേസ്റ്റ്, മീനിൻ്റെ വേസ്റ്റ്, അങ്ങനെയില്ല. അത് അധികം വെള്ളം ഇടരുത്. അതിൻ്റെ ഒരു നോർമലായിട്ടുള്ള ഒരു ഇതുണ്ടല്ലോ, അതിങ്ങനെ ഇതുണ്ടോ വേസ്റ്റ് നമ്മൾ പച്ചക്കറി അരിഞ്ഞതിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് ചോറ് അങ്ങനെയൊക്കെ ഇടാം. പക്ഷെ ഒത്തിരി വെള്ളം ഒഴിക്കരുത്. ചോറൊക്കെ ആണെങ്കിൽ അതിൻ്റെ ചോറിൻ്റെ വാർത്ത് വെള്ളം കളഞ്ഞിട്ട് വേണം ഇടാനായിട്ട്. ഇങ്ങനെ ഇടുക. ഇട്ടതിന് ശേഷം അതൊന്ന് ആ വേസ്റ്റ് ഒന്ന് നിരത്തി കൊടുക്കണം. നിരത്തി കൊടുത്തതിന് ശേഷം അതിൻ്റെ മണ്ടയ്ക്ക് അതിൻ്റെ മുകളിൽ വീണ്ടും ഈ ഡീകോം ഇങ്ങനെ വിതറി കൊടുക്കാം. അപ്പം ഇതിനകത്ത് ഈച്ചയോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കയറാൻ പാടില്ല. ഇങ്ങനെ വെച്ചിട്ട് പിന്നെ നമ്മൾ തിരിച്ച് ഇതാണ് എടുത്ത് അത് ഞാൻ കറക്റ്റായിട്ടുള്ളത് ഇട്ട് വെച്ച് നമ്മളിങ്ങനെ അടച്ചു വെച്ചാൽ മതി. ഇത് നമുക്ക് ചെറിയ സ്പേസിൽ ഉപയോഗിക്കും. ഞാനിപ്പോൾ ഇത് അടുക്കളക്കകത്താണ് വെച്ചിരിക്കുന്നത്. സ്ഥലം വരാതെ വെളി വയ്ക്കും. അടുക്കളക്കകത്ത് വെച്ചാലും വെളി വെച്ചാലും ഒരു പ്രശ്നവുമില്ല. അല്ലെങ്കിൽ ഒരു നാറ്റമോ അങ്ങനെയുള്ള ഒരു പ്രശ്നമോ ഉണ്ടാകത്തില്ല. നമ്മളതുപോലെ സൂക്ഷിച്ച് വേണം ഇത് ചെയ്യാനായിട്ട്. ഞാൻ വളം മാറ്റിയ ഭാഗം കാണിച്ചു തരാം. ഇതിപ്പം ഞാൻ വെച്ചതാണ്. ഇതിന് അടിയിലത്തെ ഭാഗം എനിക്ക് നല്ല വളമാക്കി കിട്ടിയതാണ്.
ഇതാണ് ഈ 1-2 മാസം കൊണ്ട് ഞാനിട്ട വേസ്റ്റ് നല്ല വളമായിട്ട് വന്നു കണ്ടോ, പൊടിയായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ കൈ കൊണ്ട് എടുക്കാം. ഇതിനൊരു സ്മെല്ലോ അല്ലെങ്കിൽ കൈയിലിട്ട ചൊറിച്ചിലോ അങ്ങനെ ഒരു കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ഇത് നിറച്ചുണ്ടായിരുന്നു. ഇത് ഇത്രയും ഫുള്ളായിരുന്നു. ഞാനിപ്പം കുറച്ചെടുത്ത് ഞാൻ ചെറിയ കൃഷി ചെയ്യുന്നുണ്ട്. ആ കൃഷിക്കകത്തൊക്കെ ഇട്ടു. ശരിക്കും നല്ല വളമായിട്ട്. ഇതിനൊരു സ്മെല്ലോ അങ്ങനെയുള്ളൊരു കാര്യങ്ങളൊന്നുമില്ല. അപ്പം നമ്മൾ ഇടുമ്പോൾ ഏകദേശം ഒരു നമ്മളെ വീട്ടിലെ പുട്ടിനെ നനയ്ക്കത്തില്ല ആ ഒരു രീതിയിലുള്ള വെള്ളമേ ആകുള്ളൂ. കാരണം ഒത്തിരി വെള്ളം ഈ നമ്മളിടുന്ന വേസ്റ്റിനകത്ത് ഒത്തിരി വെള്ളം കാണും. ചോറൊക്കെ ആണെങ്കിൽ അതിൻ്റെ കഞ്ഞിവെള്ളം മാറ്റി ഇട്ട് വേണം ഇടാൻ. മീനിൻ്റെ വെള്ളം കളഞ്ഞ് നമ്മൾ മീൻ കഴുകുന്ന അതിൻ്റെ വേസ്റ്റ് വെള്ളം കളഞ്ഞിട്ട് അത് നമുക്ക് ഇടാം. അപ്പം നല്ല സ്മെല്ലോ അങ്ങനെയൊന്നും വരത്തില്ല. കാരണം ഈ ഡീകോം ഇട്ട് കഴിയുമ്പോൾ അതെല്ലാം അങ്ങ് വലിച്ചെടുത്ത് കഴിയും. അപ്പം നമ്മുടെ അടുക്കളയിലെ മാലിന്യം വലിച്ചെറിയാതെ നമുക്ക് നല്ല വളമാക്കി, നല്ല വളമാക്കി മാറ്റി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബിന്നാണിത്. അപ്പോൾ കിട്ടാത്തവരൊക്കെ അടുത്ത പഞ്ചായത്തിലെ പദ്ധതിക്ക് അപേക്ഷിക്കുക. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അത് തന്നെയല്ല, ഒത്തിരി പേർ പരമാവധി എല്ലാവർക്കും ഷെയർ ചെയ്ത് ഇത് കിട്ടാത്തവർ എല്ലാം ഇത് വാങ്ങിച്ച് ഉപയോഗിക്കണം. ഇതിന് 430 രൂപയാണ് പഞ്ചായത്തിലത് അടച്ചത്. നമ്മളിത് അപേക്ഷിച്ച് കഴിഞ്ഞ് ഒരു 2 മാസം 2-3 മാസം കൊണ്ട് നമുക്കിത് കിട്ടും. അപ്പോൾ ഒട്ടും സ്ഥലമില്ലാത്തവർ, വേസ്റ്റ് കളയാനും അങ്ങനെ സ്ഥലമില്ലാത്തവർക്ക് ഏറ്റവും ഉപകാരപ്രദമാണിത്. ഞാനിത് അടുക്കളയ്ക്കകത്ത് തന്നെ വെച്ചിരിക്കുന്നു. പുറത്ത് വെക്കുന്നവർക്കാണെങ്കിൽ പുറത്ത് വയ്ക്കാം, അകത്ത് വേണമെങ്കിൽ വയ്ക്കാം. എനിക്കിവിടെ സൗകര്യമുള്ളതുകൊണ്ട് ഞാനിത് അകത്ത് തന്നെ വെച്ചിരിക്കുന്നു. ഒരു സ്മെല്ലോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഒന്നുമില്ല. ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പരമാവധി ആൾക്ക് അയച്ചു കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.